കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിലാലിനെ കണ്ടപ്പോ സൂരജ് ആശ്വാസത്താൽ നെടുവീർപ്പിട്ടു. ആ ഫ്രോഡിന്റെ വാക്കുകൾ കേട്ടപ്പോ ഹിലാലിന് എന്തോ അപകടം സംഭവിച്ചെന്ന് കരുതി താനും പരിഭ്രാന്തനായതാണ്. എവിടെ ആയിരുന്നടാ നീ? നിന്നെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതൊരു കാട്ടുമുക്ക് ഏരിയയാണ്, ടവർ കിട്ടത്തില്ല. പിന്നെ രാവിലെ നേരെ നിന്നെ വന്ന് കാണാമെന്ന് വിചാരിച്ചു. ഹിലാലി പറഞ്ഞു, എന്തായാലും നീ വാ, നമുക്ക് അകത്തിരുന്ന് ഡീറ്റെയിലായി സംസാരിക്കാം. ദേവദാസ് മായനെ നോക്കി. അവൻ ഈ വീട്ടുമുറ്റത്ത് കാലുകുത്താൻ കഴിയില്ല. മായൻ ദേവദാസിനോട് പറഞ്ഞു. ദേവദാസ് ചെന്ന് നോക്കിയപ്പോ ഹിലാലി ബൈക്കിന് സ്റ്റാൻഡ് ഇട്ട ശേഷം ഗേറ്റ് തുറക്കാൻ നോക്കി. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ കൈ പിൻവലിച്ചു. ദേവദാസ് നോക്കുമ്പോ അവൻ ഗേറ്റിന് മുന്നിൽ നിന്ന് പരിങ്ങുന്നു. അവന്റെ മുഖം വന്യമാകുന്നത് സൂരജ് ശ്രദ്ധിച്ചില്ല. കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിലാണവൻ. പക്ഷേ ദേവദാസ് കണ്ടു അവന്റെ കണ്ണുകളിലെ ആ വന്യത. അപ്പോ മായൻ പറഞ്ഞത് ശരിയാണ്. ദേവദാസ് നടുക്കത്തോടെ ഓർത്തു. എന്താടാ, കേറുന്നില്ലേ? ഹിലാലി സംശയിച്ചു നിൽക്കുന്നത് കണ്ട് സൂരജ് ചോദിച്ചു. ഇല്ലടാ, ഇപ്പോഴാ ഓർത്തത്. അത്യാവശ്യമായിട്ട് സ്റ്റേഷനിലോട്ട് പോകണം. വിനീത് സാറ് വന്നിട്ടില്ല. ഹിലാലി മുഖത്തെ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാനും വരാം. നമുക്കൊന്ന് രണ്ട് സ്ഥലത്തൂടി പോകാനുണ്ട്. വേണ്ട, ഞാൻ വിളിക്കാം. സൂരജിന്റെ വലത് കൈത്തണ്ടയിൽ നോക്കിക്കൊണ്ട് ഹിലാലി പറഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹിലാലി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. ഇവനിത് എന്തു പറ്റി? സൂരജ് ആലോചിച്ചു. അകത്തേക്ക് കയറിയ സൂരജ് മായനെ നോക്കി ജേതാവിനെ പോലെ നിന്നു. നീ പറഞ്ഞത് തെറ്റിയിരിക്കുന്നു മായൻ. എൻ്റെ ആരും ചത്തിട്ടില്ല. കുറച്ചു മുമ്പ് നീ പറഞ്ഞില്ലേ ചെമ്പരത്തി പൂവ്, അത് നിന്റെ ചെവി തന്നെ വെച്ചാൽ മതി. നിനക്കേ അത് ചേരൂ. ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞു തന്നെ ഇന്നും പറയുന്നു. മായൻ്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. ഇതെൻ്റേതായ രീതിയിൽ ഞാൻ അന്വേഷിക്കും. ദേവദാസിനോട് അത്രയും പറഞ്ഞ ശേഷം സൂരജ് മിന്നൽ പോലെ പുറത്തേക്കിറങ്ങിപ്പോയി. എന്തെങ്കിലും പറയാനുള്ള സാവകാശം പോലും നൽകാതെയാണ് അവൻ പോയത്. ദേവദാസ് അന്താളിപ്പോടെ മായനെ നോക്കി. ആ ചരടവൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മായൻ്റെ വാക്കുകൾ ദേവദാസിന് ആശ്വാസം നൽകി. പക്ഷേ അപകടം ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ രണ്ടാണ്, ഞാനും സൂരജും. അതിനാൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉറ്റവരിലൂടെ നമ്മളിലേക്ക് എത്താൻ ശ്രമിക്കും, നമ്മളിപ്പോൾ കണ്ടതുപോലെ. അതിനാൽ അപകടം നമുക്ക് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവരും അപകടത്തിലാണ്. ദേവദാസ് ആലോചനയിലാണ്ടു. അങ്ങനെയാണെങ്കിൽ അയാൾ ഗൗരിയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഗിരിയുടെ അനിയത്തി, സൂരജിന്റെ പെണ്ണ്. അവൾക്ക് വേണ്ടിയാണ് അവൻ ഈ അപകടത്തിലേക്ക് ഇറങ്ങിയത്. ദേവദാസിന്റെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം, സമയം കളയാനില്ല, മായൻ പറഞ്ഞു. രണ്ടുപേരും ഉടനെ തന്നെ ഗിരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ദേവദാസ് ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. യാത്രയിലുടനീളം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഇനി മറ്റാരെങ്കിലും അപകടപ്പെടുത്തിയാലോ, എൻ്റെ ഓഫീസിലുള്ളവരെയോ മറ്റോ? ദേവദാസ് തൻ്റെ സംശയം പറഞ്ഞു. അതിന് സാധ്യതയില്ല. നമ്മൾ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെയാണ് അത് പിടികൂടുന്നത്. അതുകൊണ്ടാണ് അത് ഹിലാലിൻ്റെ രൂപത്തിൽ വന്നത്. പക്ഷെ കാര്യങ്ങൾ അത് വിചാരിച്ച പോലെ നടന്നില്ല. അതിനാൽ നമ്മളെ കൊടുക്കാൻ അത് അടുത്ത ഇരയെ തേടി ഇറങ്ങും. അപ്പോൾ ഇത് ഹിലാലിൻ്റെ ദേഹത്ത് കൂടിയതാണോ? അതങ്ങനെയല്ല ദേവദാസ്. രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവയിൽ എന്നോ മരിച്ചുപോയ നക്ഷത്രങ്ങളും ഉണ്ടാവും. പക്ഷേ അവയുടെ വെളിച്ചം അത് അവിടെ തന്നെയുണ്ടെന്ന് തോന്നലുണ്ടാക്കും. സത്യത്തിൽ അത് മൃതിയുടെ വെളിച്ചമാണ്. അതുപോലെ തന്നെയാണിത്. നമ്മൾ ഇന്ന് കണ്ടത് ഹിലാലിൻ്റെ ശരീരം പോലുമല്ല, അതെവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതിനൊരാളുടെ ശരീരവും മനസ്സും അതേപടി പകർത്താനുള്ള കഴിവുണ്ട്. സത്യത്തിൽ എന്താണിത്? ദേവദാസ് ആകാംക്ഷയോടെ ചോദിച്ചു. കാറ്റ് കറുപ്പ്. ദേവദാസ് മനസ്സിലാകാതെ മായനെ നോക്കി. ആള് തമിഴനാ, മായൻ പറഞ്ഞു. പേര് പോലെ തന്നെയാണ് കക്ഷി. അരൂപിയാണ്. മൂടൽ മഞ്ഞായോ കറുത്ത പുകച്ചുരുളുകളായോ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാന്നിധ്യം സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മനുഷ്യർ കടന്നു ചെല്ലാൻ മടിക്കുന്ന കൊടുങ്കാടുകളാണ് ഇവയുടെ വാസകേന്ദ്രം. അതുകൊണ്ട് തന്നെ വന്യമാണിതിൻ്റെ സ്വഭാവം. മനുഷ്യവാസമുള്ളിടത്ത് ഇത് പ്രവേശിക്കാറില്ല. എന്നാൽ തൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നവനെ അത് വഴി തെറ്റിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. തമിഴന്മാരിതിനെ കണ്ണ് കെട്ടുക എന്ന് പറയും.
പിന്നീടാരും അവനെ വീണ്ടും കാണില്ല. അതവൻ്റെ ആത്മാവിനെ ബന്ധനസ്ഥനാക്കി കൂടുതൽ ശക്തി പ്രാപിക്കും. എന്നിട്ട് അടുത്ത ഇരയ്ക്കായി കാത്തിരിക്കും. ദേവദാസ് അത്ഭുതത്തോടെ എല്ലാം കേട്ടിരുന്നു. മായൻ തുടർന്നു. ഒരുവനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആത്മാവ് മാത്രമല്ല, അവൻ്റെ രൂപം, ഓർമ്മകൾ, ചിന്തകൾ, കഴിവുകളെല്ലാം അത് സ്വന്തമാക്കും. അതിനാൽ ഒറ്റ നോട്ടത്തിൽ മനുഷ്യരൂപത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പിശാചിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സുകളിൽ സ്ഥലകാല വിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രത്യേക കഴിവുണ്ടതിന്. അങ്ങനെയാണെങ്കിൽ കാടുകൾ മാത്രം വസിക്കുന്ന ഈ പിശാച് എങ്ങനെ ഇവിടെ എത്തി? ദേവദാസ് സംശയം ചോദിച്ചു. കാരണം ഇപ്പോൾ അത് പിന്നൻ്റെ ആജ്ഞാനുവർത്തിയാണ്. അയാളുടെ സ്ഥിതികൾ അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ഇതിനെ എങ്ങനെ കീഴടക്കി വരുതിയിലാക്കി എന്നതാണ് അത്ഭുതം. അത്രയ്ക്ക് വന്യവും അപകടകാരിയുമാണത്. കാറ്റുകറുപ്പിനെ കൂടാതെ മറ്റൊരു ഭയങ്കരനായ മൂർത്തിയും അയാളോടൊപ്പമുണ്ട്. കരിങ്കൽ മാധവൻ. ആരെ? മാധവൻ തമ്പിയോ? ദേവദാസ് ഞെട്ടി. കൊള്ളിവായ് പേയ് എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി. അതൊരു നരഭോജിയാണ്. ഒരു മനുഷ്യനെ കയ്യിൽ കിട്ടിയാൽ വളരെ ക്രൂരമായി കൊല്ലും. പച്ച മാംസം വലിച്ചു കീറുമ്പോഴും ഇരയുടെ ജീവൻ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. സ്വന്തം മാംസം ഭക്ഷിക്കപ്പെടുന്നത് കാണാനാണ് ആ ഹതഭാഗ്യന്റെ വിധി. എല്ലാ വേദനകളും അനുഭവിപ്പിച്ച ശേഷം ഒരു വിളക്കൂതിക്കെടുത്തുന്ന ലാഘവത്തോടെ ഇരയുടെ ജീവൻ എടുക്കും. അപ്പോൾ അയാൾ ഒരു പിശാചാണോ? പൂർണ്ണമായും അല്ല. അയാളും ഒരിക്കൽ മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലെ. പക്ഷേ ദുഷ്ടതയുടെ ആൾരൂപം. പിന്നനും വേണ്ടത് അങ്ങനെ ഒരുത്തനെയായിരുന്നു. കരിങ്കൽ കോറിയിലെ സാധാരണ തൊഴിലാളിയായിരുന്ന മാധവന്റെ ഉയർച്ച പെട്ടെന്നായിരുന്നു. പിന്നൻ ആ ദുർമൂർത്തിയെ അവന്റെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചു. കൊള്ളിവായ് പിശാചിന്റെ ക്ഷേത്രമാണ് ഇന്നവന്റെ ശരീരം. കാറ്റുകറുപ്പിന്റെ അത്രയും കഴിവില്ലെങ്കിലും ഇവനും മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതാണ് അവന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ രഹസ്യം. എങ്ങനെയാണ് ആ പിശാചിനെ ഇവന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചതെന്നറിയാമോ? ദേവദാസ് അറിയിൽ നിന്ന് തലയാട്ടി. നരബലി. അതും ഒരു കുടുംബത്തെ. അച്ഛനും അമ്മയും 2 കുട്ടികളും. എല്ലാം പണത്തിനും അധികാരത്തിനും വേണ്ടി. പക്ഷേ ഈ ശരീരം നിലനിൽക്കുന്നത് വരെയുള്ളൂ മാധവന്റെ അധികാരം. അത് കഴിഞ്ഞാൽ ഇവനെപ്പോലെയുള്ളവരെ കാത്തിരിക്കുന്ന നരകയാതനകൾ വിവരണാതീതമാണ്. പിന്നന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മാധവൻ മരിച്ചാൽ മറ്റൊരു ശരീരത്തിൽ ഈ പിശാചിനെ കയറ്റും. പക്ഷേ അതിനു വേണ്ടി വീണ്ടും ഒരു നരബലി നടത്തുമവൻ. മായന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് ദേവദാസ് ഭയന്നു. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു മൂർത്തി? ഭയം പുറത്തു കാട്ടാതെ ദേവദാസ് ചോദിച്ചു. അവന്റെ അധമ പ്രവൃത്തികൾ സമൂഹത്തിൽ നിന്നും മറച്ചു പിടിക്കാൻ അധികാര ശ്രേണിയിൽ അവനൊരു അടിമയെ ആവശ്യമായിരുന്നു. പിന്നെ ശത്രു നിഗ്രഹത്തിനും. അതിനാണെങ്കിൽ ഏറ്റവും നല്ലത് കാറ്റുകറുപ്പല്ലേ? അതിനല്ലേ കൂടുതൽ കഴിവുള്ളത്. പക്ഷേ പിന്നന് കൂടുതൽ വിശ്വാസം കൊള്ളിവായ് പിശാചിനെയാണ്. കാറ്റുകറുപ്പ് അങ്ങനെയല്ല. തരം കിട്ടിയാൽ അത് രക്ഷപ്പെടാൻ ശ്രമിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ജീവനും കൊണ്ട് പോവും. മായൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി? കുറച്ചു സമയമായി തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം ദേവദാസ് ചോദിച്ചു. ഗിരിയുടെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു ആത്മാവ് അവനോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തികളും ക്ഷയിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഗിരിയെ രക്ഷിക്കണം. വിചിത്രമായ പേരുകൾ. ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ദേവദാസ് അത്ഭുതത്തോടെ പറഞ്ഞു. അവരും നമ്മളും ഈ ഭൂമിയിൽ ഒരുമിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ നമുക്കും അവർക്കുമിടയിൽ ഒരു തിരശീലയുണ്ട്. പ്രകൃതിയുടെ ഒരു കവചമാണത്. അവരുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയില്ല, അവർക്ക് നമ്മളെയും. എങ്കിലും ചിലർ ഈ തിരശീല ഭേദിച്ച് അപ്പുറത്തേക്ക് പോവാറുണ്ട്. ഗിരിക്ക് കാവലായി നിൽക്കുന്ന ആത്മാവ് അതാരാണത്? മയിൽ സ്വാമി. കോടങ്കി ജാതിയിൽപ്പെട്ട മാന്ത്രികനാണ്. തമിഴ് മാന്ത്രികത്തിൽ അഗ്രഗണ്യൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പൂർവികരും നൂറ്റാണ്ടുകളായി പിന്നനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ സാധിച്ചില്ല. പിന്നന്റെ ചതിപ്രയോഗത്തിൽ മയിൽസ്വാമിയുടെ ശരീരം നശിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കീഴടക്കാൻ പിന്നന് കഴിഞ്ഞില്ല. നൂറ്റാണ്ടുകളോ? ദേവദാസിന്റെ ആത്മകഥം വാക്കുകളായി പുറത്തു വന്നു. ദേവദാസിന് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഗിരിയുടെ വീടെത്തിയിരുന്നു.
പെട്ടെന്ന് ദേവദാസിനെ കണ്ടപ്പോ ഗൗരി അമ്പരന്നു. അവൾ അദ്ദേഹത്തെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനെന്താ പെട്ടെന്ന്? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഇതുവഴി പോയപ്പോ കേറാമെന്ന് കരുതി. അമ്മയില്ലേ മോളെ? ഉണ്ട്, വിളിക്കാം. പുറത്തെ സംസാരം കേട്ട് അപ്പോഴേക്കും ജാനകിയമ്മ ഉമ്മറത്തേക്ക് വന്നു. അമ്മയുടെയും മകളുടെയും മുഖത്ത് ക്ഷീണവും ഉറക്കക്കുറവും കാണാനുണ്ടായിരുന്നു. ഗിരിയുടെ തിരോധാനം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. എങ്കിലും അവര് സുരക്ഷിതരാണെന്ന് കണ്ടപ്പോൾ ദേവദാസ് സമാധാനിച്ചു. അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ജാനകിയമ്മ ആവലാതിയോടെ ചോദിച്ചു. ദേവദാസ് നിരാശയോടെ ഇല്ലെന്ന് തലയാട്ടി. അവൻ അകപ്പെട്ട അപകടത്തെക്കുറിച്ച് അവരറിയാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ജാനകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിനി അവനെ ജീവനോടെ കാണാൻ കഴിയൂ? ദുഃഖം അണപൊട്ടി വാക്കുകളായി പുറത്തേക്ക് വന്നു. അമ്മ വിഷമിക്കണ്ട, അവൻ തീർച്ചയായും വരും. പതിഞ്ഞ ശബ്ദത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോഴാണ് അവർ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചത്. അവർ കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു. വ്യത്യസ്തമായിരുന്നു അവന്റെ കണ്ണുകൾ. ഓ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മായൻ, എന്റെ ഫ്രണ്ടിന്റെ സ്റ്റുഡൻ്റാണ്. ദേവദാസ് പറഞ്ഞു. ഞാനും സാറും കൂടി അമ്പലത്തിലൊന്ന് കയറി. അപ്പോഴാണ് സാർ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോ ഒരു ശത്രുസംഹാര പൂജ കഴിച്ചു. അവിടുന്ന് പൂജിച്ചു കിട്ടിയ ചരടുകളാണ്. രണ്ടുപേരും കുളിച്ചു കഴിഞ്ഞെങ്കിൽ കയ്യിൽ കെട്ടിക്കോളൂ. മായൻ ചരടുകൾ അവർക്ക് നേരെ നീട്ടി. അമ്മയും മകളും കുറച്ചു നേരം ശങ്കിച്ചു നിന്നു. ഞാനും കെട്ടിയിട്ടുണ്ട്. ദേവദാസ് പുഞ്ചിരിയോടെ തന്റെ വലതുകൈ കാട്ടി പറഞ്ഞു. അമ്മയും മകളും ചരടുകൾ പരസ്പരം കെട്ടിക്കൊടുത്തു. അപ്പോഴാണ് ഒരു ബൈക്കിന്റെ ഇരമ്പൽ മായൻ കേട്ടത്. മറ്റാരും അത് ശ്രദ്ധിച്ചില്ല. മായൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ബൈക്കിലിരിക്കുന്ന ഹിലാലിന്റെ രൂപം അവനെ തീഷ്ണതയോടെ നോക്കി. അതിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം മായൻ തിരിഞ്ഞിരുന്നു. അവന്റെ അധരങ്ങൾ നിശബ്ദമായി മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. അപ്പോൾ വർദ്ധിച്ച വേഗത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് ആ രൂപം അവിടെ നിന്നും പോയി. ദേവദാസ് രണ്ടുപേരുമായി കുറച്ചു നേരം കൂടി സംസാരിച്ചു. സമാശ്വാസ വാക്കുകൾ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഇത്തിരി തിരക്കുണ്ട്. മായൻ ധൃതി കൂട്ടി. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ദേവദാസ് മായനും യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മായൻ ദേവദാസിനോട് പറഞ്ഞു. എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി, ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണ്? ദേവദാസ് ചോദിച്ചു. തെന്നേരി. തെന്നേരിയോ? അത് തമിഴ്നാട്ടിലല്ലേ? ഇവിടുന്ന് 4-5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യമാണോ? ദേവദാസ് ചോദിച്ചു. അതെ, പോയേ പറ്റൂ. അവിടെ എനിക്കൊരു ഗുരുവുണ്ട്. ചില സംശയങ്ങൾ നേരിട്ട് ചോദിച്ചറിയണം. എന്ത് സംശയം? കോടങ്കി പിന്നൻ. അവന്റെ ശക്തിയുടെ രഹസ്യം അറിയണം. അതിനെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ അവനെയും അവന്റെ ദുർമൂർത്തികളെയും കീഴ്പ്പെടുത്തുക എളുപ്പമായിരിക്കും. പക്ഷെ മായൻ, നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ അത് ശത്രുക്കൾക്കൊരു അവസരമാവും. ദേവദാസിന്റെ വാക്കുകളിൽ ആശങ്കയുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചെത്തും. പിന്നെ എന്റെ സംരക്ഷണ വലയം മറികടക്കാൻ അവർക്ക് കഴിയില്ല. മായൻ ധൈര്യമേകി. മായനെ യാത്രയാക്കിയ ശേഷം ദേവദാസ് വീട്ടിലേക്ക് തിരിച്ചു. സൂരജ് ബൈക്കിൽ ഗൗരിയുടെ വീടിന് മുന്നിലെത്തി. അവിടെ അവനെയും കാത്ത് ഗൗരി വീടിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ഒത്തിരി നേരമായോ? സൂരജ് ചോദിച്ചു. ഇല്ല, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അച്ഛനിവിടെ വന്നിരുന്നോ? ഗൗരിയുടെ വലത് കൈയിൽ നോക്കിക്കൊണ്ട് സൂരജ് ചോദിച്ചു. വന്നിരുന്നു. നീ ഇതെങ്ങനെ അറിഞ്ഞു? സൂരജ് തന്റെ വലത് കൈ പൊക്കി കാണിച്ചു. ഓ, മനസ്സിലായി. ഗൗരി ചിരിച്ചു. ഓരോ ഭ്രാന്ത്, അല്ലാതെന്തു പറയാൻ? സൂരജ് പറഞ്ഞു. എന്തായാലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. കിടക്കട്ടെ. പിന്നെ അച്ഛന്റെ കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു. മായനല്ലേ? സൂരജ് പല്ലിഞ്ഞിരിച്ചു. എന്തു പറ്റി? സൂരജിന്റെ ഭാവം കണ്ട് അവൾ ചോദിച്ചു. അവൻ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അപ്പോ ഇത് അയാള് പൂജിച്ചെന്ന ചരടുകളാണ്. എന്തായാലും ഇതുകൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ. പിന്നെ നീ അയാളുടെ കണ്ണുകൾ കണ്ടോ? ഗൗരി വിസ്മയത്തോട് ചോദിച്ചു. ആ, 2 സ്വഭാവമുള്ളവരൊക്കെ ഇങ്ങനെയായിരിക്കും. എന്തായാലും കാണാൻ ചുള്ളനാ. ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ അവനെ നീ അങ്ങ് കെട്ടിക്കോ. സൂരജ് ഈർഷ്യയോട് പറഞ്ഞു. അയ്യോ, എനിക്ക് വേണ്ടേ, എനിക്ക് ഇതിന് മതി. ഗൗരിക്ക് ചിരി പൊട്ടി. സൂരജിന്റെ മുഖത്തും ചെറിയൊരു ചിരി പടർന്നു. രണ്ടുപേരും ഹിലാലിനെ തിരക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പക്ഷേ ഇന്ന് അവൻ ലീവാണെന്ന വിവരമാണ് അവർക്ക് കിട്ടിയത്. അവൻ ഇങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്. സൂരജ് ഓർത്തു. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വിനീതിന്റെ അസാന്നിധ്യം സ്റ്റേഷനിലാകെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പക്ഷേ സൈബർ സെല്ലിന്റെ ഓഫീസിൽ ഹിലാലി കാണുമായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടേക്ക് തിരിച്ചു. അവർ അവിടെ എത്തി അഭിജിത്തിനെ കണ്ട് ഹിലാലിനെ തിരക്കി. ഇല്ല,
അവനോട് വന്നില്ലല്ലോ. ഞാനും അവനെ തിരക്കിടക്ക, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒരു വൈറ്റൽ ഇൻഫോ കിട്ടിയിട്ടുണ്ട്, അഭിജിത്ത് പറഞ്ഞു. എന്താണ്? സൂരജ് ചോദിച്ചു. നിങ്ങൾ ഒരു തൊരപ്പൻ രവിയെക്കുറിച്ച് അന്വേഷിച്ചില്ലേ? ക്രൈം ഡേറ്റാബേസിൽ ഇവന്റെ പേരിൽ 2 റെക്കോർഡ്സ് ഉണ്ട്. അതിലെന്താ കാര്യം? സൂരജ് ചോദിച്ചു. കാര്യമുണ്ട് സൂരജ്. ഒരു ക്രിമിനലിന് ഒരു റെക്കോർഡ് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഇവന് 2 എണ്ണം ഉണ്ട്. അത് ചിലപ്പോ ഒരു എക്സ്ട്രാ എൻട്രി അബദ്ധത്തിൽ കയറിയതായിരിക്കും, സൂരജ് പറഞ്ഞു. ഒരിക്കലുമല്ല. 2 എൻട്രിയും 2 സ്ഥലങ്ങളിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പാലക്കാടാണെങ്കിൽ മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. ഇത് നോക്കൂ. അഭിജിത്ത് 2 ഫയലുകൾ അവരെ കാണിച്ചു. 2 പേരും ഉദ്യോഗത്തോടെ ഫയലുകൾ മറിച്ചു നോക്കി. 2ലും വ്യത്യസ്തമായ ഫോട്ടോകൾ. പക്ഷെ ആളൊന്നു തന്നെ. ഇനിഷ്യലുകൾ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് VS രവി ആണെങ്കിൽ മറ്റൊന്ന് വെറും S രവി. ഇത് നിങ്ങൾ പോലീസുകാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും അബി. അവിടെ നിന്ന് ചാടി വന്ന ശേഷം ഇവിടെ പിടിക്കപ്പെട്ടപ്പോൾ വീണ്ടും റീ എൻട്രി ആയതായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ. അഭിജിത്ത് ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് അവർ നോക്കി. ആദ്യം അവർക്കത് മനസ്സിലായില്ല. പക്ഷേ ആ വ്യത്യാസം തിരിച്ചറിഞ്ഞപ്പോൾ അവർ 2 പേരും ഞെട്ടി. VS രവി മരിച്ചിട്ട് 3 വർഷത്തിലധികമായി. പക്ഷേ മറ്റേ രവി ഇപ്പോഴും ജീവനോടെയുണ്ട്. സൂരജ് വിശ്വാസം വരാതെ അഭിജിത്തിനെ നോക്കി. മരിച്ചെന്നുള്ളത് കൺഫേമാണ്. ഹൃദയാഘാതമായിരുന്നു. എന്തോ കണ്ട് പേടിച്ചിട്ടാണ്. നാട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് ബോഡി ദഹിപ്പിച്ചത്. പിന്നെ ഇയാൾക്ക് സഹോദരങ്ങളൊന്നുമില്ല, ഒറ്റ മോന. സൂരജും ഗൗരിയും ആശയക്കുഴപ്പത്തിലായി. ചെറിയ വ്യത്യാസങ്ങൾ ഫയലുകൾ തമ്മിലുണ്ടെങ്കിലും ഈ ഒരു വ്യത്യാസം അവരെ കുഴക്കി. 2 പേർക്കും ഒരേ ഏലിയസ് നെയിമാണ്, തൊരപ്പൻ രവി. അപ്പോ ഇവിടെയുള്ള രവിയോ? അയാൾ ആരാ? സൂരജ് ചോദിച്ചു. കണ്ടുപിടിക്കണം. ഞാൻ അതിനാണ് രാവിലെ തൊട്ട് ഹിലാലിനെ അന്വേഷിക്കുന്നത്. എനിക്ക് ഇയാളുടെ ഒരു ഫോട്ടോ കിട്ടുമോ? സൂരജ് ചോദിച്ചു. അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, എങ്കിലും തരാം. എനിക്ക് പണിയാവാതിരുന്നാൽ മതി, അഭിജിത്ത് പറഞ്ഞു. അത് ഞാൻ ഉറപ്പു തരുന്നു. താങ്ക്സ് അബി. സൂരജും ഗൗരിയും ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി. ഇനി എന്താ? ഗൗരി ചോദിച്ചു. എന്തായാലും ഹിലാലിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു സ്ഥലത്തൂടെ അന്വേഷിക്കാനുണ്ട്. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സൂരജ് പറഞ്ഞു. അവിടെ നിന്നും അവർ നേരെ പോയത് ബാലുവിന്റെ വീട്ടിലേക്കായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഫോട്ടോയിലെ വ്യക്തിയെ സുനന്ദ തിരിച്ചറിഞ്ഞു. ഇയാള് തന്നെയാണ് ഞാൻ അന്ന് കണ്ടത്. ഒരു മിന്നായം പോലെയാണ് കണ്ടതെങ്കിലും മറക്കില്ല ഞാനിവനെ. ആരാ ഇവൻ? തൊരപ്പൻ രവി. ഇവനെ കിട്ടിയ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും, സൂരജ് പറഞ്ഞു. തിരിച്ചു പോരുമ്പോൾ ഗൗരി സൂരജിനോട് ചോദിച്ചു. നമുക്കിനി മനസ്സിലാകാത്ത എന്തൊക്കെയോ ഇതിന് പിറകിലുണ്ട് സൂരജ്. എനിക്കെന്തോ ഭയം തോന്നുന്നു. ചേട്ടനെ കാണാതായിട്ട് എത്ര ദിവസമായി. ഈ ടെൻഷൻ സഹിക്കാൻ വയ്യ. നീയും ഇങ്ങനെ തളർന്നാലോ? നിന്റെ ചേട്ടന് ഒന്നും സംഭവിക്കില്ല. അവൻ വരും. വെറുതെ ടെൻഷൻ അടിക്കണ്ട. സൂരജ് അവളെ ആശ്വസിപ്പിച്ചെങ്കിലും അവനും ആശങ്കാകുലനായിരുന്നു. സൂചനകളൊന്നും എവിടെയും എത്തിച്ചില്ല. ഇനി എന്തെന്ന ചോദ്യം ബാക്കി. ഗൗരിയെ വീട്ടിലാക്കി യാത്ര തുടരുമ്പോഴും അവൻ ചിന്താകുലനായിരുന്നു. അതിനാൽ തന്നെ എതിരെ റോങ് സൈഡിൽ വരുന്ന ബൈക്കിനെ അവൻ ശ്രദ്ധിച്ചില്ല. നിമിഷ നേരം കൊണ്ട് എതിരെ വന്ന ബൈക്ക് സൂരജിന്റെ ബൈക്കിനെ തട്ടിയിട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പേ സൂരജ് റോഡിൽ വീണ് കഴിഞ്ഞിരുന്നു. മറ്റേ ബൈക്ക് യാത്രികൻ ഒരു 18-19 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. അവനും മറിഞ്ഞു വീണെങ്കിലും പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അവൻ സൂരജിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിജനമായ റോഡായതിനാൽ മറ്റാരും സഹായിക്കാനുണ്ടായിരുന്നില്ല. സോറി ഏട്ടാ, സോറി. പയ്യൻ എഴുന്നേൽപ്പിച്ച ഉടനെ ക്ഷമ ചോദിച്ചു. ഇയാളിത് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? സമനില വീണ്ടെടുത്ത ശേഷം സൂരജ് അരിശത്തോട് ചോദിച്ചു. പറ്റിപ്പോയി ചേട്ടാ, റിയലി സോറി. പയ്യൻ വീണ്ടും അപേക്ഷിച്ചു. സൂരജ് ദേഹമാകെ ഒന്ന് പരിശോധിച്ചു. കയ്യിലും കാലിലും നീറ്റിലുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ബൈക്ക് എടുത്തു പൊക്കാൻ പയ്യൻ സഹായിച്ചു. ബൈക്കിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ചേട്ടൻ ഓക്കെ അല്ലേ? പരിക്കൊന്നുമില്ലല്ലോ? സൂരജ് അവനെ രൂക്ഷമായി നോക്കി. അവനാകെ വിരണ്ടു നിൽക്കുകയാണ്. എന്താ അയാളുടെ പേര്? സൂരജ് ചോദിച്ചു. ഡേവിഡ്. സൂരജിന് അവനെ കണ്ടപ്പോൾ പാവം തോന്നി. കൊച്ചു പയ്യനല്ലേ, എന്തെങ്കിലും മനോരഞ്ജനത്തിൽ മുഴുകി വണ്ടി ഓടിച്ചതായിരിക്കും. സൂരജ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയെങ്കിലും നേരം വണ്ണം വണ്ടി ഓടിക്കേ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം സൂരജ് പറഞ്ഞു. സൂരജ് വണ്ടി ഓടിച്ചു പോകുന്നത് നോക്കി ഡേവിഡ് നിന്നു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കയ്യിൽ പൊട്ടിച്ചെടുത്ത മാന്ത്രിക ചരടുണ്ടായിരുന്നു. അവൻ ഫോൺ കയ്യിലെടുത്ത് ആരെയോ ഡയൽ ചെയ്തു. വീടിന് മുന്നിലെ ആൾക്കൂട്ടം കണ്ട് സൂരജ് ഞെട്ടി. അവൻ ഓടി വീടിനുള്ളിലേക്ക് കയറി.
ദേവദാസും അംബികയും സോഫയിലിരിക്കുന്നു. കുറച്ച് അപരിചിതർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സൂരജല്ലേ? ഒരാൾ അടുത്തു വന്ന് ചോദിച്ചു. അതെ, ഇൻകം ടാക്സിൽ നിന്നാണ്. താങ്കളുടെ മൊബൈൽ തരൂ. സൂരജിന്റെ ഫോൺ വാങ്ങിയ ശേഷം അവനെ സോഫയിലിരുത്തി. സൂരജ് അച്ഛനെ നോക്കി. അവന്റെ കളിയാ. ആ തമ്പിയുടെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ദേവദാസ് അമർഷത്തോടെ പറഞ്ഞു. ഇതവന്റെ മുന്നറിയിപ്പാണ്. ഇതിലും വൃത്തികെട്ട കളികൾ അവൻ കളിക്കും. നമ്മൾ ഇനി കരുതലോടെ ഇരിക്കണം. സൂരജ് പറഞ്ഞു. വീടിനുള്ളിൽ റെയ്ഡ് നടക്കുമ്പോൾ വീടിന് പുറത്ത് 2 ഉദ്യോഗസ്ഥർ കുഴിച്ചിട്ട മന്ത്രത്തകടുകൾ രഹസ്യമായി നീക്കം ചെയ്യുകയായിരുന്നു. എല്ലാം എടുത്തു മാറ്റിയ ശേഷം അതിലൊരാൾ തമ്പിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്തായി തോമസേ? തമ്പി ചോദിച്ചു. സർ, എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം? കത്തിച്ചു കളഞ്ഞേക്ക്. ഓക്കെ സർ. സംരക്ഷണ വലയങ്ങൾ തകർത്തിരിക്കുന്നു. ഇനി ഇരയ്ക്കായി കെണിയൊരുക്കി കാത്തിരിക്കുക മാത്രം ചെയ്താൽ മതി. തമ്പിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. തെന്നേരി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ശേഷം മായൻ ചുറ്റും കണ്ണോടിച്ചു. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ പട്ടണത്തിന്. ഓർമ്മകൾ തിരമാലകൾ പോലെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ഇവിടെയായിരുന്നു തൻ്റെ കോളേജ് വിദ്യാഭ്യാസം, തൻ്റെ ജീവിതം മാറ്റിമറിച്ച കാലഘട്ടം. ഒരുപാട് പ്രഹേളികൾക്ക് ഉത്തരം കിട്ടിയത് ഇവിടെ നിന്നാണ്. തനിക്കിത് പുണ്യഭൂമി തന്നെയാണ്. ചില കെട്ടിടങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. തനിക്ക് പരിചിതമായ മുഖങ്ങൾ ഇപ്പോഴും ഇവിടെയൊക്കെ കാണുമായിരിക്കും. അവൻ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. ഓട്ടോക്കാർ പലരും അവനെ വിളിച്ചെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ മുരുകേശനെ തേടി നടന്നു. ഭാഗ്യം, അയാൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഏതോ മനോരാജ്യത്തിലായിരുന്നു മുരുകേശൻ. മായൻ വന്ന് മുന്നിൽ നിന്നപ്പോൾ മുരുകേശൻ ആദ്യം മനസ്സിലായില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾക്ക് ആളെ മനസ്സിലായി. തമ്പി നീങ്കളാ പാത്തെവളോ നാളാച്ച് അയാൾ ചോദിച്ചു. മായൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നെ ഇന്ത പക്കം? മുരുകേശൻ ചോദിച്ചു. കാട്ടേരി മലക്ക് ഇന്ത ഓട്ടോ പോവുമാ? മായൻ മുരുകേശനോട് പുരികമുയർത്തി ചോദിച്ചു. തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ തോന്നി മുരുകേശന്. ആ പേര് കേട്ടാൽ പോലും ഇവിടുത്തുകാര് ഭയപ്പെടും. പകൽ സമയത്ത് പോലും ആ മലയുടെ ആകാരം കണ്ടാൽ ഭയം തോന്നും. അങ്ങോട്ടേക്കാണ് കക്ഷിക്ക് പോവേണ്ടത്. പക്ഷേ പറ്റില്ലെന്ന് പറയാനും കഴിയുന്നില്ല മുരുകേശന്. മായൻ ആരാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. ഒരിക്കൽ അനുഭവിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. മുരുകേശൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഏറുങ്കോ. ഓട്ടോ ഓടിക്കുമ്പോൾ മുരുകേശൻ ചിന്തിക്കുകയായിരുന്നു. ശപിക്കപ്പെട്ട മലയാണിത്. ഏതോ ദുർമൂർത്തി അധിവസിക്കുന്ന സ്ഥലമാണെന്ന് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാഹസികരായ പലരും മല കയറിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ തിരിച്ചിറങ്ങുമ്പോൾ ചിത്തഭ്രമത്തിന്റെ വക്കോളം എത്തിയിരുന്നു. വളരെ കാലമെടുത്താണ് മിക്കവരും സാധാരണ നിലയിലായത്. അങ്ങനെ പലരെയും മുരുകേശന് നേരിട്ടറിയാം. പക്ഷേ ആ മല കയറി യാതൊരു കുഴപ്പവുമില്ലാതെ തിരിച്ചിറങ്ങിയ ഒരേ ഒരാൾ, അതും 1 2 അല്ല, ഒരുപാട് തവണ, അയാളാണ് ഇപ്പോൾ തന്നോടൊപ്പം യാത്ര ചെയ്യുന്നത്. നീങ്ക ഇന്നും മാറവേയില്ല തമ്പി, മുരുകേശൻ പറഞ്ഞു. ഈ പട്ടണവും മാറിയിട്ടില്ല, മായൻ പറഞ്ഞു. എഴിലിപ്പോ എന്തു ചെയ്യുന്നു? മായൻ ചോദിച്ചു. അവ ഇപ്പോ തിരുപ്പൂരിലേതോ ബിസിനസ് പണിയിട്ടിരിക്കാ തമ്പി. ഒരരയാൽ മരത്തിന്റെ ചുവട്ടിലായി മുരുകേശൻ ഓട്ടോ നിർത്തി. ഇനിയൊരു ഇടവഴിയാണ്. അതിലൂടെ കുറച്ചു ദൂരം പോയാൽ മലയുടെ അടിവാരത്തെത്തും. മായൻ പുറത്തിറങ്ങിയ ശേഷം പേഴ്സ് എടുത്തു. കാശെല്ലാം വേണ തമ്പി. മുരുകേശൻ വിനീതനായി. ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുരുകേശൻ ശരം വിട്ട പോലെ പാഞ്ഞു. മായൻ അയാളുടെ പോക്ക് കണ്ട് ചിരിച്ചു. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭയപ്പെടുത്തുന്ന കഥകളാണ് നാട്ടുകാർക്കിടയിൽ. പക്ഷേ തനിക്കറിയാം ഇവിടെ അധിവസിക്കുന്നത് ആരാണെന്ന്. മായൻ നടത്തത്തിന് വേഗം കൂട്ടി. അല്പസമയം കൊണ്ട് മലയുടെ അടിവാരത്തെത്തി. മുകളിലേക്കുള്ള വഴി പരിചിതമാണെങ്കിലും കാട് പിടിച്ചിട്ടുണ്ട്. കാട്ടുചെടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ മല കയറി തുടങ്ങി. ക്ഷുദ്രജീവികൾ അവന് വഴിമാറിക്കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ മലകയറ്റം അവനെ ഉത്സാഹഭരിതനാക്കി. ഒരിടത്തും അവൻ വിശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ കുറഞ്ഞ സമയം കൊണ്ട് മലയുടെ നെറുകിലെത്തി. അവിടം സമതലമാണ്. അങ്ങിങ്ങായി കുറച്ച് മരങ്ങളും കുറ്റിച്ചെടികളും മാത്രം. മായൻ ചുറ്റും കണ്ണോടിച്ചു. തെന്നേരി പട്ടണം ഇവിടെ നിന്നാൽ മുഴുവനായും കാണാം. നല്ല തണുത്ത ഇളം കാറ്റ് അവന്റെ ക്ഷീണമകറ്റി. മായൻ അടുത്ത് കണ്ട ഒരു കല്ലിന്മേലിരുന്നു. കണ്ണുകളടച്ച് ധ്യാനനിരതനായി. മായൻ നേരത്തൊരു ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു. അവന്റെ മുന്നിൽ ഒരു വൃദ്ധൻ പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. മായൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം അവനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ നരച്ച താടി മേഘമാലകൾ പോലെ കാറ്റിൽ തത്തിക്കളിക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. ഇരിക്കെ, അദ്ദേഹം പറഞ്ഞു. 2 കല്ലുകളിൽ അവർ പരസ്പരം അഭിമുഖമായിരുന്നു. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ മാത്രം കണ്ടാ മതിയോ?
മറ്റുള്ളവരും കാണട്ടെ. എന്തിനാണ് ഇങ്ങോട്ട് വരുന്നവരെല്ലാം ഓടിച്ചു വിടുന്നത്? മായൻ ചോദിച്ചു. നീ പറഞ്ഞില്ലേ ഇത് ഭംഗിയുള്ള സ്ഥലമാണെന്ന്. ഇവിടെ മറ്റുള്ളവർ വന്ന് കയറിയാല് ഇതിന്റെ ഭംഗി നഷ്ടപ്പെടും. മനുഷ്യർക്ക് പ്രകൃതിയോടൊട്ടും ബഹുമാനമില്ല മായൻ. അവൻ എപ്പോഴും പ്രകൃതിയെ ശത്രുവായി കണ്ട് അതിനെതിരെ പടപൊരുതുന്നു. അവരെ ഇവിടേക്ക് വരാൻ അനുവദിച്ച അവരവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ഇവിടെ നശിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവരുടെ പ്രവൃത്തിയെ വികസനമെന്ന് വിളിക്കും. അത് വേണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ മാറ്റം അനിവാര്യമാണല്ലോ. എന്തെങ്കിലും ഒരിക്കല് ഈ മലയും മാറ്റത്തിന് വിധേയമാകും. മായൻ മറുപടി നൽകി. ഞാനത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തുടർന്നു. പക്ഷേ പ്രകൃതി എല്ലാത്തിനും ഒരു സമയം നൽകിയിട്ടുണ്ട്. ജനിക്കാനും വളരാനും നശിക്കാനും ഒക്കെ ഒരു സമയമുണ്ട്. മനുഷ്യൻ ഈ സമയക്രമത്തിൽ കൈകടത്തുമ്പോഴാണ് എല്ലാം തകിടം മറിയുന്നത്. ആത്യന്തികമായി അത് മനുഷ്യകുലത്തിന്റെ നാശത്തിന് വഴിവെക്കും. മാറ്റം സ്വാഭാവികമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. മായൻ ശരിയെന്ന് തലയാട്ടി. ഇപ്പോ അങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. പ്രപഞ്ച നിയമങ്ങളെ ദുഷ്കർമ്മങ്ങൾക്കായി കാറ്റിൽ പറത്തുന്ന ഒരുവൻ. അവനെ കീഴടക്കാനുള്ള മാർഗം തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. മായൻ വിഷയത്തിലേക്ക് കടന്നു. അമ്മയോട് ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ ഒന്നും തെളിയുന്നില്ല. മായൻ തന്റെ പരാജയം സമ്മതിച്ചു. ഒന്നുകിൽ നിനക്ക് മതിയായ ഏകാഗ്രതയില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമയമാവുമ്പോ എല്ലാം പകൽ വെളിച്ചം പോലെ അമ്മ നിനക്ക് കാണിച്ചു തരും. ഇപ്പോ നിനക്കറിയാവുന്നതെല്ലാം എന്നോട് പറയുക. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മായൻ എല്ലാം അദ്ദേഹത്തോട് വിശദീകരിച്ചു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം ധ്യാന നിമഗ്നനായി. അദ്ദേഹത്തിന്റെ മുഖത്ത് അസ്വസ്ഥതയുടെ ചുളിവുകൾ മായൻ ശ്രദ്ധിച്ചു. അതൊരു നല്ല ശകുനമല്ല. ഉഗ്രവൻ. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറയലോടെ മന്ത്രിച്ചു. അദ്ദേഹം മെല്ലെ കണ്ണു തുറന്നു. ശത്രു പ്രബലനാണ് മായൻ. അവനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം. അദ്ദേഹം ആശങ്കയോടെ പറഞ്ഞു. പിന്നെന്നെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴി? ഉഗ്രവൻ, അതാണ് അവന്റെ പേര്. അങ്ങനെ വിളിച്ചാൽ മതി. ഉഗ്രവൻ. മായൻ ആ പേര് മന്ത്രിച്ചു. നൂറ്റാണ്ടുകളായി അവൻ മരണത്തെ ജയിച്ചു നിൽക്കുന്നു. പക്ഷേ അവൻ എങ്ങനെ അത് സാധിക്കുന്നുവെന്ന് മയിൽസ്വാമിക്കും അറിയില്ല. ആരാണവൻ? കശ്യപ പ്രജാപതിയുടെയും കാളികയുടെയും പുത്രൻ, രസാതലവാസി, 60,000 കാലകയന്മാരിൽ ഒരുവൻ, ഉഗ്രവൻ. മായൻ ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയി. രസാതലത്തിൽ നിന്നും കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ചാണ് അവൻ ഭൂതലത്തിൽ പ്രവേശിച്ചത്. ഭൂലോകത്തിൽ പ്രവേശിക്കാൻ അവൻ തിരഞ്ഞെടുത്തത് കോടങ്കി ജാതിയിലെ ഗർഭപാത്രമാണ്. അവന്റെ അപാരമായ തപോബലം കൊണ്ടാണ് അവനിത് സാധിച്ചത്. എന്തിനു വേണ്ടി? മായൻ ആകാംക്ഷയോടെ ചോദിച്ചു. നിനക്കറിയാമല്ലോ, ദേവവിരോധികളാണ് കാലകീയന്മാർ. ഒരിക്കൽ അവർ ദേവലോകത്തെ ആക്രമിച്ചു. പക്ഷേ ദയനീയമായി അവർ പരാജയപ്പെട്ടു. പൗരുഷവും തേജസ്സും നശിച്ചുപോയ അവർ രസാതലത്തിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അന്നു മുതൽ അവര് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ് അവർ ഭൂലോകം തിരഞ്ഞെടുത്തത്? ഒളിച്ചിരിക്കാൻ ഭൂലോകം പോലെ പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല മായൻ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവന്റെ സഹോദരന്മാരെ ഓരോന്നായി നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവന്റെ ശരീരം നശിക്കാറാവുമ്പോഴാണ് അവൻ ഈ യാഗം നടത്തുന്നത്. യാഗത്തിന്റെ അവസാനം അവന്റെ സഹോദരന്മാരിൽ ഒരുവൻ അവന്റെ ശരീരത്തിൽ ലയിക്കുകയും അവൻ യൗവനം പ്രാപിക്കുകയും ചെയ്യും. അവന്റെ ആയുസിന്റെ രഹസ്യം ഇതാണ്. അവന്റെ സഹോദരന്മാരെല്ലാവരും അവനിൽ ലയിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകവും ദേവലോകവും കീഴടക്കും. ഉഗ്രവന്റെ സഹോദരന്മാരിൽ എത്ര പേര് ഇവിടെ എത്തിയെന്നത് അജ്ഞാതം. അവന്റെ യാഗം മുടക്കിയാൽ അവനെ നശിപ്പിക്കാൻ സാധിക്കില്ലേ? മായൻ തന്റെ സംശയം ചോദിച്ചു. അത് താൽക്കാലിക വിജയം മാത്രമായിരിക്കും. ഗിരിയെ ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഉഗ്രവൻ നശിക്കില്ല. യാഗം മുടക്കിയാൽ അവൻ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച് മറ്റൊരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കും. വീണ്ടും അവൻ ദുഷ്കർമ്മങ്ങൾ ആരംഭിക്കും. അവന്റെ നാശമാണ് ശാശ്വതമായ പരിഹാരം. എന്തിനാണ് അവൻ ഗിരിയെ തടവിലാക്കിയിരിക്കുന്നത്? അവന് ബലി നൽകാനാണോ? അദ്ദേഹം കൈമലർത്തി. ആയിരിക്കാം.
ഉറപ്പ് പറയാനാവില്ല. അവൻ യാഗത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഒന്നുകൂടി കണ്ണുകളടച്ച് ദേവിയെ സ്മരിച്ചു. മായൻ കാത്തിരുന്നു. അദ്ദേഹം വീണ്ടും സംസാരിച്ചു തുടങ്ങി. അവിടെ അവന്റെ യാഗക്ഷേത്രത്തിൽ ഹോമകുണ്ടത്തിനടുത്തായി അവന്റെ രൂപത്തിൽ കൊത്തിയെടുത്തൊരു കൽപ്രതിമയുണ്ട്. ഉഗ്രവൻ അവന്റെ രക്തം മുഴുവനും ആ പ്രതിമയിൽ അഭിഷേകം ചെയ്യുമ്പോൾ യാഗം അതിന്റെ പരിസമാപ്തിയിലെത്തും. ശരിയാണ്, അന്ന് ഉഗ്രവനുമായി ഏറ്റുമുട്ടിയപ്പോ ഒരു കൽപ്രതിമ ദൃഷ്ടിയിൽ പതിഞ്ഞിരുന്നു. മായൻ ഓർത്തു. പക്ഷേ ഉഗ്രവൻ അവന്റെ ജീവരക്തം മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന് മരണം സംഭവിക്കില്ലേ? കാലകേയനാണെങ്കിലും അവനിപ്പോൾ ഉള്ളത് മനുഷ്യ ശരീരത്തിലല്ലേ? എനിക്കറിയില്ല. ദേവി മനസ്സിൽ തോന്നിച്ചത് ഞാൻ പറഞ്ഞു. അവൻ ആവാഹിച്ചു കൊണ്ടുവരുന്ന അവന്റെ സഹോദരൻ ചിലപ്പോ അവന് പുനർജീവൻ നൽകുന്നതായിരിക്കാം. ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഗിരി അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. മായൻ പറഞ്ഞു. അതിലെന്തോ രഹസ്യമുണ്ട്. അത് കണ്ടെത്തണം. നമ്മൾ അന്വേഷിക്കുന്ന ഉത്തരം ചിലപ്പോൾ അതിലുണ്ടാവും. ശരിയാണ്, അതിനുള്ള ഉത്തരം മാത്രം കയ്യിൽ നിന്നും വഴുതി പോകുന്നു. ഇത്രയും കാലമായിട്ടും അവൻ ദേവകളുടെ ദൃഷ്ടിയിൽ പതിയാത്തതാണ് അത്ഭുതം. മായൻ പറഞ്ഞു. അവൻ കാലകേയനാണ്. ദേവകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ അവന് കഴിയും. പിന്നെ മനുഷ്യർക്ക് മാത്രമല്ല, ദേവകൾക്കും ബലഹീനതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു. ഇത്രയും ശക്തനായ എതിരാളിയെ കീഴടക്കാൻ കഴിയുമോ? മായൻ ചോദിച്ചു. കഴിയും, പക്ഷേ നമുക്കവനെ കീഴടക്കാനുള്ള വഴി അറിയില്ലെന്നതാണ് ഇപ്പോഴുള്ള പോരായ്മ. ഇപ്പോൾ അവൻ തൻ്റെ ശക്തികൾ ഒട്ടുമുക്കാലും യാഗത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ വീഴ്ത്താൻ പറ്റിയ സമയവും ഇതാണ്. പക്ഷേ യാഗം വിജയകരമായാൽ പിന്നെ അവനെ സ്പർശിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അവൻ അടുത്ത യാഗം നടത്തുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം തുടർന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഉഗ്രവന്റെ യാഗം അതിന്റെ പൂർണ്ണതയിലെത്തും. അതിനു മുമ്പ് അവനെ നശിപ്പിക്കണം. ഇനി 2 ദിനങ്ങൾ മാത്രം. മായൻ ആശങ്കയോടെ ഓർത്തു. എന്തായാലും ഇത്രയും അറിയാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. ഇതൊന്നും എനിക്ക് തെളിഞ്ഞില്ലല്ലോ. മായൻ നിരാശയോട് പറഞ്ഞു. അത് സാരമില്ല. ഈ കാര്യങ്ങളൊക്കെ നീ എന്നിലൂടെ അറിയണമെന്നായിരിക്കും ദേവിയുടെ ഹിതം. പിന്നെ എനിക്കും നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. കുറച്ചു കാലമായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്തായാലും നമ്മുടെ 2 പേരുടെയും ആഗ്രഹം ദേവി സഫലമാക്കി. പോരാത്തതിന് ദേവകൾക്ക് പോലും അജ്ഞാതമായ രഹസ്യമാണ് ദേവി നമുക്ക് വെളിപ്പെടുത്തിയത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മായൻ അത് ശരിയാണെന്നർത്ഥത്തിൽ തലയാട്ടി. 2 പേരും കുറച്ചു നേരത്തേക്ക് നിശബ്ദരായിരുന്നു. നിനക്ക് പോവാനുള്ള സമയമായി. അസ്തമയ സൂര്യനിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എത്രയും പെട്ടെന്ന് നീ സൂരജിന്റെ അടുക്കലെത്തണം. എന്തോ പറയാനായി മായൻ തല ഉയർത്തി. പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. എപ്പോഴും ഇങ്ങനെയാണ്. ഒരു യാത്ര മൊഴി പോലും പറയാതെ മറഞ്ഞു കളയും. മായൻ മലയിറങ്ങാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഓടുകയായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞതിൽ എന്തോ അപകട സൂചനയുണ്ട്. അവന്റെ ഇടം കണ്ണിന്റെ തടം അകാരണമായി തുടിച്ചു തുടങ്ങി.